ഒരാളുടെ ബൈജു ഉണ്ടായിരുന്നു. ആ ബൈജുവിൻ്റെ സ്ഥിതി നിങ്ങൾക്കറിയാം. പിന്നെ പക്ഷേ മറ്റ് നോർത്ത് ഇന്ത്യൻ ലോബിയാണ് സത്യത്തിൽ അവിടെ പിന്നെ ഇന്ന് ആധിപത്യം സ്ഥാപിച്ചത്. അപ്പോൾ അവിടെ ഒരു മലയാളി ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സുമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ സ്വാധീനിക്കുന്ന ഒരു വലിയ ശൃംഖല സ്ഥാപിച്ച ഒരാൾ എന്നുള്ളതിൽ അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചു നമുക്ക് അഭിപ്രായം പറയാം. പക്ഷേ നമ്മുടെ പിന്നെ ഇത്തരത്തിലുള്ള ഈ ഇൻട്രാക്ഷൻ്റെ ഒരു പ്രധാന ഗുണം അല്ലെങ്കിൽ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ വായനയെ മനസ്സിലാക്കുക മാത്രമല്ല, ആ വ്യക്തിയെ മനസ്സിലാക്കുക, ആ വ്യക്തി കടന്നു വന്ന വഴികൾ മനസ്സിലാക്കുക, അദ്ദേഹത്തിന് നമ്മുടെ സാമൂഹിക പ്രശ്നങ്ങളുള്ള അഭിപ്രായങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെയാണ് എഴുത്ത് നമ്മുടെ രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ്. നമ്മുടെ എഴുത്തുകാരുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മൾ പാർട്ടിതല രാഷ്ട്രീയമല്ല, അഭിപ്രായത്തിൻ്റെ രാഷ്ട്രീയം പിന്നെ വായനക്കാരിൽ എത്തിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും എഴുത്തുകാരിലൂടെ നാം പ്രതീക്ഷിക്കുന്നത്. അത് അവർ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. അതിന് അല്പം ചില അപവാദങ്ങളൊക്കെ ഉണ്ടായേക്കാം, എങ്കിലും പൊതുവായി നമ്മൾ ഒരു എഴുത്തുകാരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെ. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത് നമ്മൾ വൈവിധ്യമാർന്ന വ്യൂസ്, ആശയങ്ങൾ, ശബ്ദങ്ങൾ കേൾക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇന്ത്യയിൽ നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ പലയിടത്തും അത് പറ്റത്തില്ല. പക്ഷേ എന്തുകൊണ്ടോ ഒരു എന്താ പറയുക, ഒരു കിങ്ഡം, രാജാവ് ഭരിക്കുന്ന എവിടെ അത് സാധ്യമാണ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചൊരു വലിയ സന്തോഷമാണ്. ഇവിടെ വൈവിധ്യങ്ങളായ അല്ലെങ്കിൽ പിന്നെ പരസ്പരം പൂരകങ്ങളല്ലാത്ത അഭിപ്രായങ്ങൾ പോലും കേൾക്കാൻ ഉള്ള അല്ലെങ്കിൽ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമുള്ള ഒരു സ്ഥലമാണ് വിശേഷം കേരളം കേരളീസമൻ. ഇവിടെ എല്ലാ ധാരകളും പിന്നെ എല്ലാ ധാരകളും നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. ആ ധാരകളുടെ പരസ്പരമുള്ള പിന്നെ സമ്മേളനം കൊണ്ട് നമ്മൾ